TL25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ ദിമിത്രി മെൻഡലീവ്. മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ ദിമിത്രി മെൻഡലീവ്. മൂലകങ്ങളെ സംഗീതവുമായി ബന്ധപ്പെടുത്തി വർഗീകരണം നടത്തിയ നിയമം അഷ്ടക നിയമം. മൂലകങ്ങളെ സംഗീതവുമായി ബന്ധപ്പെടുത്തി വർഗീകരണം നടത്തിയ നിയമം അഷ്ടക നിയമം. ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായി ഉയരുന്ന പ്രതിഭാസം വേലിയേറ്റം. ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായി ഉയരുന്ന പ്രതിഭാസം വേലിയേറ്റം. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണം. ഭ്രമണമാണ് ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. വാൽനക്ഷത്രങ്ങളുടെ നിർമ്മിതിയിലെ പ്രധാന ഘടകം മഞ്ഞുകട്ട. വാൽനക്ഷത്രങ്ങളുടെ നിർമ്മിതിയിലെ പ്രധാന ഘടകം മഞ്ഞുകട്ട. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ വർഷം 1961 ഏപ്രിൽ 12. 1961 ഏപ്രിൽ 12-നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. ദൂരദർശിനി കണ്ടുപിടിച്ചത് ഗലീലിയോ. ദൂരദർശിനി കണ്ടുപിടിച്ചത് ഗലീലിയോ. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി ആചരിച്ചത് 2009. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി ആചരിച്ചത് 2009. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ജലദോഷം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ജലദോഷം. അനോഫിലിസ് കാരണമാകുന്ന രോഗം മലമ്പനി. അനോഫിലിസ് കാരണമാകുന്ന രോഗം മലമ്പനി. മലമ്പനിക്ക് നൽകുന്ന ഔഷധം കിനൈൻ. മലമ്പനിക്ക് നൽകുന്ന ഔഷധമാണ് കിനൈൻ. ദേശീയ മന്ദരോഗ ദിനം നവംബർ 11. നവംബർ 11 ദേശീയ മന്ദരോഗ ദിനം. അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണുന്ന കേരളത്തിലെ ജില്ല വയനാട്. അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണുന്ന കേരളത്തിലെ ജില്ല വയനാട്. ഇന്ത്യയിലെ ആദ്യ ശബ്ദ സിനിമ ആലം ആര. ഇന്ത്യയിലെ ആദ്യ ശബ്ദ സിനിമ ആലം ആര. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയ വർഷം 1925. 1925-ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയത്. ആദ്യ വനിതാ കോടതി മാൾഡ. ആദ്യ വനിതാ കോടതി മാൾഡ. ഇന്ത്യൻ ശിലാലിഖിത ശാസനങ്ങളുടെ പിതാവ് ജെയിംസ് പ്രിൻസപ്പ്. ഇന്ത്യൻ ശിലാലിഖിത ശാസനങ്ങളുടെ പിതാവ് ജെയിംസ് പ്രിൻസപ്പ്. ഇന്ത്യൻ ലൈബ്രറി സയൻസിൻ്റെ പിതാവ് SR രംഗനാഥ്. ഇന്ത്യൻ ലൈബ്രറി സയൻസിൻ്റെ പിതാവ് SR രംഗനാഥ്. തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാർ. മികച്ച പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ഇന്ദ്രജിത്ത് ഗുപ്ത. മികച്ച പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ഇന്ദ്രജിത്ത് ഗുപ്ത. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴ. മലബാർ കുടിയായ്മ നിയമം ഏത് വർഷം? 1929. മലബാർ കുടിയായ്മ നിയമം ഏത് വർഷം? 1929. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. 1930 മെയ് 12-നാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത്.
ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920 ആഗസ്റ്റ് 18. 1920 ആഗസ്റ്റ് 18-നാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവച്ചത് ആര്? KP ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവച്ചത് KP ശങ്കരമേനോൻ. പുലയ ലഹള നടന്ന വർഷം 1915. 1915-ലാണ് പുലയ ലഹള നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കുന്ന വ്യക്തി അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കുന്ന വ്യക്തി അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അയ്യങ്കാളി. കേരള ലിങ്കൺ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കർ. പ്രഥമ യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് പൂജ ദത്ത. വെള്ളി. പ്രഥമ യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് പൂജ ദത്ത. വെള്ളി. വർഷത്തിൽ ആദ്യം ആരംഭിക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ. വർഷത്തിൽ ആദ്യം ആരംഭിക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ. കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റാണ് ഫ്രഞ്ച് ഓപ്പൺ. കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഫ്രഞ്ച് ഓപ്പൺ. പുൽക്കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് വിംബിൾഡൺ ഓപ്പൺ. പുൽക്കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് വിംബിൾഡൺ ഓപ്പൺ. ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് US ഓപ്പൺ. ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഗ്രാൻഡ് സ്ലാം US ഓപ്പൺ. ഇന്ത്യൻ ലോക്സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ലോക്സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2020 ഗോവധ നിരോധന ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. 2020 ഗോവധ നിരോധന ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥ. പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥ. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ജാർവിക് 7. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ജാർവിക് 7. കരളിലും പേശികളിലും വച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ. കരളിലും പേശികളിലും വച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ. രണ്ട് വൃക്കകളുടെയും മുകളിലായി കാണുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥി. രണ്ട് വൃക്കകളുടെയും മുകളിലായി കാണുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥി. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മത കൂടുന്നു. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മത കൂടുന്നു. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറം പച്ച. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറം പച്ച. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ബാലമുകുളം. ടൈഫസ് രോഗത്തിന് കാരണം പേൻ. ടൈഫസ് രോഗത്തിന് കാരണം പേൻ.